ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളുള്ളത് ഗായ്സ് ബഹ്റൈൻ എയർപോർട്ടിൻ്റെ അടുത്ത്, അതായത് ബഹ്റൈൻ എയർപോർട്ടിൻ്റെ അടുത്ത് ഇവിടെ നല്ല ബീച്ച് സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറം തന്നെയാണ് ഗായ്സ് എയർപോർട്ട് റൺവേ. നമുക്ക് ചില സമയം ഇവിടുന്ന് വിമാനം താണ് വരുന്ന കാണാം ഗായ്സ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും വിമാനം. നമുക്ക് നോക്കിയാൽ അടുത്തെത്തി ഗായ്സ്. ഒരു വല്ലാത്ത, അതായത് നമുക്ക് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഇത്രയും പേടി ഉണ്ടാവില്ല, പക്ഷെ ഇത് നമ്മളെ തലേൻ്റെ മുകളിലോട്ട് പോകുമ്പില്ല ഗായ്സ്, ഒരു വേറെ തന്നെ ഒരു അനുഭവമാണ്. നോക്കിക്കോ നിങ്ങളിതാ സാധനം ഉണ്ട്, എത്തി ഇതാ ഗായ്സ് വരുന്ന സാധനം ഉണ്ട്, എത്തി ഗായ്സ്. ഗായ്സ് ഷെയ്വന്റെ നോട്ട സാധനം എത്തി ഗായ്സ്. പോന്ന എന്റെ മോനെ തലന്റെ മുകളിലോട്ട് ഗായ്സ് പോകുന്ന സാധനം. അതാ റൺവേയിൽ ഇത് ഇറങ്ങിയ സാധനം, റൺവേയിൽ ഇറങ്ങി. ഗൾഫെയറാന്ന് പോയെന്ന് പറയുന്നത്. വേറെ ലെവല് ഗായ്സ്. നീ ഇങ്ങനെ കണ്ടണ എന്റെ ഇവരെ എങ്ങനെ അടിപൊളിയാ പൊളിയാ ഗായ്സ്. ഇതാന്ന് അപ്പൊ റൺവേ. ഈ റൺവേ എന്നാണ് പിന്നെ ഈ വിമാനം വേറെ ഇതിപ്പോ അടുത്തുനിന്ന് വരുന്നത്ര. പിന്നെ നേരത്തെ ഒന്ന് പോയി, പക്ഷെ ഇത് രണ്ടാമത്തെയാണ്. അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇടക്കിടക്ക് പറയണ്ടേ, മീന് വലയെ കിട്ടുന്ന പോലെ ഇടക്കിടക്ക് ഇതേപോലെ വരും. കാരണം ഇത് 24 hours ഇതിൻ്റെ മുകളിലോട്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഗായ്സ്. ഇതാണ് എയർപോർട്ട് റൺവേ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇതണ്ട ഗായ്സ്. അതെ, ഈ കടലിൻ്റെ നടുക്കൂട്ടിയാണ് സാധനം വരുന്നുണ്ട് ഗായ്സ്. ഇത് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഗായ്സ്. ഇത് ബഹ്റൈനിൽ നമ്മളെ ഇതിലാണ്, ഇത് എയർപോർട്ടാണ് ഗായ്സ്. അതിൻ്റെ വേക്കിൽ ഇത് ട്രെയിൻ പോലെയാണ് ഗായ്സ്, ട്രെയിൻ പോലെ. ഇത് വന്നുകൊണ്ട് നോക്കും ഇങ്ങനെ, കാരണം ഇത് നമ്മളെ നാട് പോലെ അല്ല, ഇത് ഗൾഫല്ല. അപ്പോൾ എന്ന് പറയുന്നത് ഇടക്കിടക്ക് ഇങ്ങനെ പല രാജ്യത്തുനിന്നും ഇത് വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും ഗായ്സ്. അടുത്ത വരുന്ന ഇതാ അങ്ങനെ പലതും പറയും ഗായ്സ്. അപ്പോൾ ഇതാ നമ്മളെ ചിപ്പു, എന്താ നിന്റെ അനുഭവം പറ? എങ്ങനെ? വല്ലാത്തൊരു ഇതല്ലേ, എക്സ്പീരിയൻസ് അല്ലേ? രണ്ടാമത് പോയി ഗായ്സ്. ഇത് 2, 3 അല്ല ഗായ്സ്, ഇത് എണ്ണിയാ തീരൂല, അത്ര മാത്രമാണ്. ഇതാണ്ട അങ്ങനെ വേറെ വരുന്നുണ്ട് ഗായ്സ്. വേറെ വരുന്നുണ്ട. ഇത് ലൈനായിട്ട് വരും ഗായ്സ്. ഇത് നാട്ടിലെ എന്ന് പറയുന്ന ട്രെയിൻ പോലെയാ. ഇത് അങ്ങനെ, അതായത് ബേക്കിൽ 1 by 1 ഉണ്ടാവും സാധനം എന്ന് പറയുന്നത്. ഇതിപ്പോ പല രാജ്യത്തൊന്നും വരുന്നില്ല. വിമാനം നമ്മളെ തലന്റെ മുകളിലോട്ട് പോകുമ്പില്ല. നമുക്ക് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഇത്ര പേടിയില്ല, പക്ഷെ ഇതിന്റെ മുകളിലോട്ട് പോകുമ്പില്ല ഗായ്സ്. പറയാണ്ടിരിക്കാൻ കഴിയില്ല. അവര് എന്താന്നറിയില്ല, നെന്നുമെന്നല്ല ഇക്കിളി പോലെ നല്ല എന്താ പറയണ്ട, ഒരു വേർത്തന്റെ ഒരു രസമാണ് ഇക്കിളി. അതായത് ഉള്ളുന്നല്ല എന്തെങ്കിലും ആവും. അതായത് അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല, പക്ഷെ ഇത് താനും മുകളിലോട്ട് നമ്മളെ തലന്റെ മുകളിലോട്ട് പോകുമ്പില്ല ഗായ്സ്. ആ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇത് അങ്ങനെ വേക്കുന്ന് വരുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും അറിയില്ല. വേക്കുന്ന കണ്ട ഒരു വൈറ്റ് ലൈറ്റ് സാധനം, അതാണ് ഇനി അടുത്തതിന് ഇപ്പോൾ കുറേ പോകുന്നു. ഇതിപ്പോൾ ഇനി എണ്ണാന്ന് സമയം ഉണ്ടാവില്ല, അത്രമാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ വേക്കുന്നൊന്ന് അടുത്ത വരുന്ന ഇറങ്ങാൻ വേണ്ടി. ഇതിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളത്. കാരണം നാട്ടിൽ നിന്നല്ല എലിനെല്ലാം കാണും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉണ്ട്. എലിനെല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒന്നും തിരിയുന്നില്ല. ഇപ്പോൾ എന്താണ് സംഭവം? എലിയാ എനിക്കിഷ്ടം എല്ലാടോ. എനിക്ക് എലിനെ കണ്ടിട്ട് എന്തോ സൊള്ളാണ് ഗൈസ്, സൊള്ള്. എല്ലാ എലിനെ കണ്ടിട്ടും വിമാനമൊന്നും അല്ല നോക്കുന്നു. എനിക്ക് വിമാനമൊന്നും അല്ല എലിനെ കണ്ടേരം, എലിയ സംഭവം. ഷിഫാസ് പറഞ്ഞ 3 വിചാരിക്കും, സാധനം നമ്മളെ വിമാനമാണ്. വിമാനം അടുത്ത സാധനം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇറങ്ങി റൺവേയിൽ ഇറങ്ങി ഗായ്സ്. പുലിന്നല്ലേ നീ പറഞ്ഞേ? എലിയാ? ഏടെ അതാ ഗായ്സ്. ഇവന് ഈ സാധനത്തിനെ കണ്ടിട്ട് പറയാ പുലി. ഇത് സംഭവം എലിയാന്ന് ഗായ്സ്, പുലിയല്ല എലി. ഈടാ ചിവാസേ, നീ ഇതിനെ കണ്ടിട്ട് പുലിന്ന് പറഞ്ഞേ? എന്താ ചെയ്യാ ഗായ്സ്. ഇവനിക്കില്ലേ ഇങ്ങനത്തെ ജീവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ വരുന്ന ഗായ്സ്. ഇത് രാവിലെ ആണെങ്കിൽ ഇതിൽ നല്ല രസമുണ്ടാവും കാണാൻ, ശരിക്കും കാണാം. രാത്രി ആയതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ ടോർച്ച് വരുന്ന പോലെ കാണാൻ പറ്റും, പക്ഷെ ധൈര്യത്ത് വരുമ്പോൾ ശരിക്കും കാണാം ഗായ്സ്.
സാനിയത ഗായ്സ് ഇതാ നെക്സ്റ്റ് പോകണം നെക്സ്റ്റ് ഇറങ്ങി ഗായ്സ്. അങ്ങനെ വായിക്കാന സാധനം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും ഗായ്സ്. നെക്സ്റ്റ് പോയി ഇതാ അടുത്ത വരുന്നുണ്ട്. ഇങ്ങനെ ടോർച്ച് പോലെ കാണുന്നില്ല, ഇങ്ങനെ തന്നെ വന്നു ഇതേപോലെ ഇതാ ബേക്കിന്ന് ആദ്യം വരുന്നുണ്ട്, ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും ഗായ്സ്. ബേക്കിന്ന് 2-3 വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗായ്സ്. നിങ്ങൾക്ക് നിങ്ങളും ഇതേപോലെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ടാവും, പക്ഷേ എൻ്റെ കണ്ണിൽ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു ഗായ്സ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതൊന്നും കൂടി വരുന്നുണ്ട് ഗായ്സ്, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഗൾഫുകാരനെ കൊണ്ടുള്ള ആറാട്ടാണ് ഗൾഫുകാരനെ കൊണ്ട് ആറാടുകയാണ്. ഇതുപാടെ ഇറങ്ങി പൊളി ഗായ്സ്, പൊളി